നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റില് മേക്കപ്പ് ഒക്കെ മെൽറ്റ് ആവുന്നുണ്ടോ? അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്നെങ്കിൽ ഐസ് വെച്ച് റബ്ബ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. നമ്മൾ ഈ ഐസ് വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ ഒന്ന് ടൈറ്റ് ആവുകയും ഒരുവിധം നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യാം. ഒരു ഓയിൽ കൺട്രോൾ പ്രൈമർ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് തരുന്ന പ്രൈമർ. മെയിനായിട്ട് ഓയിൽ കൺട്രോൾ പ്രൈമർ ആയിരിക്കും നല്ലത്, അത് അപ്ലൈ ചെയ്യാം. ഈ ഒരു അളവിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് സ്വെറ്റ് ആവുന്നത് ആ പൊസിഷനിൽ മാത്രം അപ്ലൈ ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ടീ സോൺ, പിന്നെ നമ്മുടെ ഈ പോൾസ് ഉള്ള ഭാഗത്ത് കുറച്ച് മതി കേട്ടോ. ഇത്രയും ഭാഗം അപ്ലൈ ചെയ്യാം. പിന്നെ മെയിനായിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടെയും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ യൂസ് ചെയ്യാം. അത് ഓവറായിട്ട് വേണ്ട, ലെസ് ഈസ് മോർ എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒരു ചെറിയ ലെയർ മാത്രം കൊടുക്കുക. ജസ്റ്റ് അങ്ങും ഇങ്ങൊക്കെ ഒന്ന് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്താൽ മതി, ഓവറായിട്ട് കൊടുക്കണ്ട ഫൗണ്ടേഷൻ. ഓക്കെ, നമ്മൾ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഒരു പിമ്പിൾസിന്റെ മാർക്സും ഡാർക്ക് സർക്കിൾസ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മാത്രം ഒന്ന് കൺസീലർ യൂസ് ചെയ്താൽ മതി. നെക്കിൽ മറക്കണ്ട. അപ്പൊ ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഒന്നെങ്കിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെറ്റായിട്ടുള്ള ഒരു ബ്യൂട്ടി സ്പോഞ്ച് യൂസ് ചെയ്യാം. പിന്നെ ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്ത് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യുക. എക്സ്പെഷ്യലി നമ്മളുടെ അണ്ടർ ഐയും നമുക്ക് എവിടെയൊക്കെയാണോ അത്യാവശ്യം ഫേസ് വിയർക്കുന്നത്. ഇപ്പൊ എനിക്ക് നോസും നമ്മുടെ എറൗണ്ട് മൗത്ത് ഒക്കെ നന്നായിട്ട് എപ്പോഴും വിയർക്കും. അപ്പൊ ആ ഏരിയയിലേക്ക് ഒന്ന് ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു വാട്ടർ പ്രൂഫ് കാജൽ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു വാട്ടർ പ്രൂഫ് മസ്കാര യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിന്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. പിന്നെ നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു മാറ്റ് ടിൻറ്റോ യൂസ് ചെയ്യാം. അപ്പൊ ഗ്ലോസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇത് ആവശ്യത്തിന് മാത്രം. പിന്നെ ഒരു മെയിൻ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മാഴ്സിന്റെ ഓയിൽ ബ്ലോട്ടർ. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഓയിലി സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ നന്നായിട്ട് വിയർക്കുന്ന നല്ല ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഈ പ്രൊഡക്റ്റ്. ഇത് ഇങ്ങനെ ഉണ്ടാവും, ചെറിയൊരു നമ്മുടെ മെഴുക് പോലെ, മെഴുകിന്റെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഡാബ് ചെയ്യാം. ഇപ്പം ഇവിടുത്തെ ഒരു ഷൈൻ കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പോയിട്ടാവും. ജസ്റ്റ് നമുക്ക് ഈ പോഴ്സ് ഒക്കെ ഉള്ളിടത്ത് ഇതൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ബ്ലർ ആവും ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു ഷൈനിങ് പോയി, ഇവിടെ ആ ഒരു ഓയിലി ഇതുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടുണ്ടാവും. നമ്മൾ നന്നായിട്ട് ഓയിലി സ്കിൻ ഉള്ളവരാണ്, ഞാൻ ഓയിലി സ്കിൻ ആണ്. അപ്പൊ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് നമ്മളൊരു ഫംഗ്ഷൻ മേക്കപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഒരു മാറ്റ് ഫിനിഷ്, ഗ്ലോസി അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത്, ഡ്യൂയി ഫിനിഷ് ഒന്നും യൂസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെ ഒരു എക്സ് ആയിട്ട് പിന്നെ ഒരു ടി ആയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഓക്കെ, മാക്സിമം കണ്ണിൻ്റെ ഇവിടെ വലിയ പ്രശ്നം കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിലെ ചൂടനുസരിച്ചിട്ട് വിയർക്കുന്നത് സാധാരണമാണ്. പിന്നെ ഇതൊക്കെ നമുക്കൊരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ചെറുതായിട്ടൊരു സെറ്റൊക്കെ വരുന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും സെറ്റ് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ജസ്റ്റ് ഒരു ബ്ലോട്ടിംഗ് പേപ്പറോ ടിഷ്യൂയോ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഡാബ് ചെയ്തെടുക്കാം. ഒരിക്കലും അത് വൈപ്പ് ചെയ്യരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.